ഹലോ എവ്രി വൺ. സോ നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഋതുലാണ്. യെസ്, JEE മെയിൻസ്, JEE അഡ്വാൻസ്ഡ്, കീം എന്നീ എക്സാമുകളിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കിയിട്ടാണ് ഋതുൽ നമ്മോടൊപ്പം നിൽക്കുന്നത്. യെസ്, ഋതുലിൻ്റെ പാരൻസും നമ്മോടൊപ്പം ഉണ്ട്. സോ ഋതുലിനോട് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഹായ് ഋതുൽ. യെസ്, എവിടെയാണ് ഋതുൽ പഠിച്ചിരുന്നത്? +1 +2 ചാവറ പാലയിലാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഋതുലിൻ്റെ പ്ലേസ് എവിടെയായിരുന്നു? മലപ്പുറത്താണ്. ഓക്കെ. അപ്പോൾ ഇവിടെ വന്ന് ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചത് അല്ലേ? സോ ഈ എക്സാമിന് വേണ്ട പ്രിപ്പറേഷൻസ് ഒക്കെ എപ്പോൾ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്? 10th മുതൽ ബ്രില്യൻ്റ് ഫൗണ്ടേഷനിൽ ചേർന്ന്. ഓക്കെ. പിന്നെ +1 +2 ഇൻ്റഗ്രേറ്റഡ് ആയി ആണല്ലേ? സോ സ്കൂൾ ടൈം തൊട്ടേ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഈ ഒരു എക്സാമിന് ക്വാളിഫൈ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടല്ലോ. സോ ഏതൊക്കെ റാങ്കുകളാണ് കരസ്ഥമാക്കിയിരിക്കുന്ന ഓരോ എക്സാമിനും ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാവോ? JEE മെയിൻസിന് 3456, JEE അഡ്വാൻസിന് 9826, പിന്നെ കീമിന് 99.959%. ഓക്കെ. അപ്പോൾ വളരെ കൈപ്പിടിയിൽ ഒതുക്കാവുന്ന അത്രയും വിജയം കരസ്ഥമാക്കിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? ഋതുലിൻ്റെ പാരൻസ് നമ്മോടൊപ്പം ഉണ്ട്. യെസ്, ഇത്രയും വിജയങ്ങൾ കരസ്ഥമാക്കി നിൽക്കുമ്പോൾ യെസ് വളരെയധികം പ്രൗഡ് മൊമെൻ്റ് ആണ്. സോ അച്ഛനും അമ്മയ്ക്ക് എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? സോ മാം പറയൂ, മാമിൻ്റെ പേരെന്താണ്, മാം എന്താണ് ചെയ്യുന്നത്? എൻ്റെ പേര് ജ്യോതി. ഞങ്ങൾ തിരൂരിൽ നിന്നാണ്, മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും ടീച്ചേഴ്സാണ്. ഓക്കെ. ഇവനൊരു ചേച്ചിയുണ്ട്, അവള് MBBS പഠിക്കുകയാണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ്, ഫൈനൽ ഇയർ ആയി. ഹൗസ് സർജൻസി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മോളും ബ്രില്യൻ്റ് പാലയിൽ തന്നെയാണ് പഠിച്ചിരുന്നത്. അവള് മേരി മൗണ്ട് സ്കൂളിലായിരുന്നു. ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് തന്നെ അവളും ചെയ്ത് ഫസ്റ്റ് ചാൻസിൽ തന്നെ അവൾക്കും കിട്ടി. അപ്പോൾ അവളുടെ ഒരു ഇൻസ്പിറേഷനിലാണ് അവൻ്റെ ഒരു റൂട്ട് ക്ലിയർ ആയത്. എവിടെ പഠിക്കണം എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അവനെയും ബ്രില്യൻറ്റിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ അസലായിട്ട് അത് ചെയ്യും എന്ന് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു റൂട്ടിലേക്ക് അവൻ വന്നത് അങ്ങനെയാണ്, ബ്രില്യൻ്റ് പഠിക്കാം എന്നുള്ളത്. പിന്നെ ഇതൊരു എളുപ്പത്തിലുള്ള പണിയല്ല, നീറ്റിനേക്കാളും എന്ന് തന്നെ പറയേണ്ടി വരും. നീറ്റിനേക്കാളും കുറച്ചുകൂടി ടഫായിട്ടാണ് ഞങ്ങളെല്ലാവരും തന്നെ ആ ഒരു യാത്രയിൽ പങ്കെടുത്തത്. അവൻ ഓരോ പ്രാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യുമ്പോഴും അവന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴും ഒക്കെ തന്നെ അതിൻ്റേതായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ ടീച്ചേഴ്സും അവൻ്റെ പിന്നെ ക്ലാസ് ടീച്ചറായിട്ടുള്ള പിന്നെ BO സാറും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പിന്നെ അതുപോലെ ശ്രീനാഥ് സാറായിരുന്നു അവിടുത്തെ കോർഡിനേറ്റർ. സാറും അതെ, നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തന്നെ സാറിനോടൊക്കെ നമ്മളിങ്ങനെ ഇൻഡിവിജ്വലി സംസാരിക്കുമായിരുന്നു. അപ്പോൾ സാറും അതിൻ്റെ സജഷൻസൊക്കെ പറയുമായിരുന്നു. പിന്നെ സ്കൂളിൽ നിന്നായാലും ചാവറ സ്കൂളും വളരെ സപ്പോർട്ടിംഗ് ആണ്. അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അത്രയും നേരം ഇരുന്ന് പഠിക്കാനും, പിന്നെ വാർഡനും മാത്യു സാറും വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. നമ്മൾ അവരെയൊക്കെ കാണുന്നത് ഈശ്വരനോട് തുല്യമായിട്ട് തന്നെയാണ് കാണുന്നത്. മക്കളെ ഏൽപ്പിച്ചിട്ട് പോരുമ്പോൾ, ഹോസ്റ്റലിൽ ഏൽപ്പിച്ചിട്ട് ഇല്ല, നമുക്ക് ഹോസ്റ്റലിൽ പിന്നെ BO സാറിനെ വിളിച്ചാലും അതെ, അതേപോലെ മാത്യു സാർ വാർഡിനെ വിളിച്ചാലും ഒക്കെ തന്നെ വളരെയധികം സപ്പോർട്ട്. പിന്നെ ഫ്രണ്ട്സും അവർ ഒക്കെ ഷെയർ ചെയ്ത് പഠിക്കും, അങ്ങനെയൊക്കെ. പിന്നെ അവൻ അത്യാവശ്യം നല്ലൊരു സ്കോർ തന്നെ പിന്നെ JEE മെയിനിൽ നേടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, 99.75. അതുപോലെ JEE അഡ്വാൻസ്ഡ് വന്നപ്പോൾ അത് 98ലേക്ക് പോയിട്ടുണ്ട്. 9826 എന്നുള്ള ഓൾ ഇന്ത്യ റാങ്കിലാണ് വന്നത്. ഇപ്പോൾ IIT-യിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അവൻ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് മെക്കാനിക്കലാണ് താല്പര്യം. അപ്പം അതിലേക്ക് അടുത്ത റൗണ്ടുകളിലേക്കൊക്കെ ആകുമ്പോഴേക്കും കിട്ടും നമ്മൾ വിചാരിക്കണം. അപ്പം അങ്ങനെ പോകണു യാത്ര. അപ്പോൾ യെസ്, ഒരു ഹെൽത്തി ആൻഡ് ഹാപ്പി ഒരു ലൈഫായിരുന്നു നമ്മുടെ ഈ ഒരു അല്ലേ, ഈ ഒരു നമ്മൾ റിപ്പീറ്റല്ല അല്ലേ, നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ എഴുതിയെടുത്തതാണ്. +1 +2 തന്നെ ചേർന്ന് യെസ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിജയമാണ്. കാരണം സ്കൂൾ ടൈമിൽ തന്നെ അത് പഠിച്ച് ഒരു എൻട്രൻസ് ക്രാക്ക് ചെയ്യാന്ന് ചില്ലറ കാര്യമല്ല, നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു ഗ്രേറ്റ് സപ്പോർട്ട് ഇപ്പോൾ പാരൻസിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയം കരസ്ഥമാക്കാൻ പറ്റിയത്. സോ ഇനിയുള്ള ഫ്യൂച്ചർ ലൈഫിലും പാരൻസും അതോടൊപ്പം ബ്രില്യൻറ്റ് ഫാമിലി മൊത്തം ഞങ്ങളെല്ലാവരും ഒപ്പം ഉണ്ടാവും. ഇനിയും അതുപോലെ ചേച്ചി പറഞ്ഞു, ചേച്ചിയും ബ്രില്യൻറ്റിലെ സ്റ്റുഡൻ്റ് ആണ്. സോ ഒരു ഫാമിലിക്ക് ഒരു ഡോക്ടറും ഒരു എഞ്ചിനീയറും ആണ് നമ്മൾ ബ്രില്യൻറ്റ് വഴി നമ്മുടെ ഫാമിലിയിൽ എത്തിയിരിക്കുന്നത്. സോ നമുക്ക് ഇനിയും ഗ്രേറ്റർ അച്ചീവ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റട്ടെ ചേച്ചിക്കും. അതുപോലെ യെസ് നമ്മുടെ കുട്ടിക്ക് എന്തായാലും പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സോ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ.